ഈ ആക്രമണം നടന്ന സ്ഥലം പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ബോർഡറിലാണ്. നാളെ അവരോട് പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ സെക്രട്ടറി ഇൻചാർജ് വഹിക്കുന്ന ആൾ അവരോട് നാളെ പണിക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു സുരക്ഷിതവും ഇല്ലാണ്ട് ഇവരെ നാളെ എങ്ങനെയാണ് തോട്ടത്തിൽ പണിക്ക് വിടേണ്ടത്? ഈ പാവങ്ങളെ എങ്ങനെയാണ് നാളെ തോട്ടത്തിൽ പണിക്ക് വിടേണ്ടത്? ആ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ നാളെ ജോലിക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ 3 മണി വരെ ഫീൽഡിലും 8 മുതൽ 4:30 വരെ ഫാക്ടറിയിലും ജോലി ചെയ്യാനാണ് പറഞ്ഞത്. ഇതിന് തീരുമാനമാകാണ്ട് ഞങ്ങൾ ജോലി തുടരുന്ന പ്രശ്നമില്ല. ഇന്നൊരു RRT അംഗത്തിനാണ് പരിക്കേറ്റത്. ഇത് നാളെ ഞങ്ങൾക്ക് വരില്ല എന്നെന്ത് ഉറപ്പ്? അത് ഇവര് ഉറപ്പ് തരുമോ? അപ്പൊ ഇതിനൊരു തീരുമാനമാകട്ടെ, ഞങ്ങൾ ജോലിക്ക് ഇറങ്ങൂല. അത് ആരെന്തെന്ന് പറഞ്ഞാലൊന്നുമില്ല. ഇവര് ഞങ്ങളെ കൂടെയുള്ള കാലം ഞങ്ങൾ ഇതിന് തന്നെ സമരത്തിന് ഈ കടുവനെ കൊല്ലുന്നവരെ ഞങ്ങൾ ഇതിനൊരു തീരുമാനമില്ല. പണിക്ക് ഞങ്ങളില്ല. ഞങ്ങൾക്ക് ഒരു നേരം അന്നല്ലെങ്കിൽ വേണ്ട. എന്താ സുധീറിന്റെ കടയിൽ പോയാൽ ഞങ്ങൾക്ക് കിട്ടും. ഒരു നേരത്തെ അരിയല്ല, കുഴപ്പമില്ല. അത് ഞങ്ങൾ വാങ്ങി തിന്നു, അതിന് കുഴപ്പമില്ല. ഈ കടുവനെ കൊല്ലാണ്ട് ഇനി ജോലിക്ക് പോകുന്ന പ്രശ്നമല്ല. അത് ഞങ്ങൾ ഉറപ്പിച്ച തീരുമാനം. സെക്രട്ടറി അല്ല, ഏത് കലക്ടർ വന്ന് പറഞ്ഞാലും ഞങ്ങൾ അതിന് തീരുമാനം എടുത്തത് കഴിഞ്ഞു. എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ പണിക്ക് വരണമെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ആരും വരില്ല, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരെ കൂടെ ഞങ്ങൾ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങളാരും ഞങ്ങളെ നോക്കൂല. ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ ഞങ്ങൾ പറഞ്ഞതാണ്. ഇതേപോലെ പ്രശ്നമുണ്ട്. സെക്രട്ടറി ആവട്ടെ കലക്ടർ ആവട്ടെ ഞങ്ങളാരും സംരക്ഷിക്കാൻ ആരും സൂപ്രസിഡന്റുമാർ പോലും വന്നിട്ടില്ല. ഞങ്ങളോട് 100 കിലോ പറക്കി 200 കിലോ പറക്കി എന്ന് പറഞ്ഞ രേയമ്മ പോലും ഞങ്ങളെ നോക്കാൻ ആരും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ നാട്ടുകാരുടെ അടുത്ത് നമ്മൾ ജാതിയോ മതോ പാർട്ടിയോ ഒന്നും നോക്കിയിട്ടില്ല. നമ്മളെ ആൾക്കാരുടെ കൂടെ നമ്മൾ സഹകരിച്ച് നമ്മൾ ഈ സമരം എവിടം വരെ പോകും അവിടം വരെ ഞങ്ങളും പോയിക്കോളും. ഞങ്ങൾ കൂലിപ്പണി എടുത്ത് കഴിയുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് പണിക്ക് പോകാണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു ഇതുമില്ല, മാർഗവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവരെ കൂടെ നിന്നിട്ട് ആ കടുവേനെ എത്രയും പെട്ടെന്ന് പിടിച്ച് കൊല്ലണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കളക്ടറാണ് നിങ്ങളുടെ ചെയർമാൻ, MD ജില്ലാ കളക്ടറാണ് ചെയർമാൻ. ജില്ലാ കളക്ടറാണ് ചെയർമാൻ. എങ്ങനെ സാറാ എത്തിയിട്ടും ഒന്നും വന്നില്ല. ഞങ്ങളും മനുഷ്യരല്ലേ സാറേ, ഞങ്ങളും ജീവൻ അവരെപ്പോലെ ജീവൻ നമുക്കും ദൈവം തന്നതല്ലേ. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, നമുക്ക് സംരക്ഷണം വേണം, ഇതിനെ കൊല്ലണം. നമുക്കിപ്പോ സപ്പോർട്ട് ഇവര് മാത്രമേ ഉള്ളൂ. ഇവർക്ക് മക്കളെല്ലാവരും ഉള്ളവരാണ്, നമുക്കും ഉണ്ട്. ഇട്ടറിഞ്ഞ് നമുക്ക് സംരക്ഷണം വേണം, ജീവൻ വേണം. നമുക്കും ജോലിക്ക് ചെല്ലാനല്ലേ ഞങ്ങൾ കേട്ടു. ഞാൻ കുറച്ച് വീഡിയോ പിടിച്ചിട്ടുമുണ്ട്. അവര് പറയുന്ന വാക്ക് പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുന്ന ആൾക്കാരാണ്. 100 അനുഭവമാണ്, ശമ്പളമില്ല, ഒന്നുമില്ല. അടിമകളെ പോലെ എന്നും പണിയെടുപ്പിക്കുന്നത്, വെറും പട്ടികളെ പോലെ എടുപ്പിക്കുന്നത്. സത്യമാണ്. ഞാൻ ഇവരോട് ചോദിച്ച് കറക്റ്റ് ഇവരൊക്കെ ആദിവാസികളാണ്, ശരിക്കും ചോദിച്ചാൽ അറിയാൻ പറ്റും. അത്രയും പേരോട് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. മനസാക്ഷി ഇല്ലാതാണ് ഈ ഇത്രയും കടുവാശല്യം നിൽക്കുമ്പോൾ സത്യം. ആന വരുന്ന സ്ഥലം ഭയങ്കര ശല്യാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ സാറുമാർ 2-3 ദിവസം ഇവിടെ നിൽക്കുന്നത് അറിയാലോ. കുറെയൊക്കെ മനസ്സിലായില്ലേ? നമ്മളെ നിരപരാധിത്വം മാത്രം ഞങ്ങൾ പറയുന്നുള്ളൂ. പാവങ്ങളാണ് ഞങ്ങൾ, ജീവിക്കണം.